ഹായ് കൂട്ടുകാരെ, നമ്മളെപ്പോഴും ചിക്കൻ, മീൻ, ഇറച്ചി അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ മിക്കപ്പോഴും കാണാറുമുണ്ട്, ചെയ്യാറുമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി വെച്ചിട്ട് ഒരു സംഭവം ചെയ്യാം. ഞങ്ങളിതിനെ കല്ലിലിഷ്ടു എന്നാണ് കേട്ടോ പറയുന്നത്. വേറൊന്നുമല്ല, ഈ നേരത്തേക്കെന്ന് വെച്ചാൽ അരകല്ല് എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകുമല്ലോ. ഇതിപ്പോൾ ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ ഈ അരകല്ല്. അപ്പം മിക്സിയാണ് മിക്കവരുടെ വീടുകളിലും ഉള്ളത്. പിന്നെ ഇടികല്ല് അതുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കിത് ചെയ്യാം. അപ്പം ഇവിടെ ഒരു ഇടികല്ലുണ്ട്. അപ്പം ഞാൻ അതിനകത്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 കാന്താരി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു അല്പം വാളംപുളിയും, പിന്നെ ഉപ്പും. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഇതിനകത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണയില്ലേ, വെളിച്ചെണ്ണ അത് ഒഴിച്ച് നമുക്ക് ചാലിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ, തണുത്ത ചോറിൻ്റെ കൂടെയോ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ നേരത്തെയൊക്കെ നമുക്ക് തരുമ്പോൾ അത് കല്ലേലിട്ട് അരച്ച് നമുക്കിത് തരുമ്പോഴേ, ചതച്ചൊക്കെ തരുമ്പോൾ അതിനകത്തേക്ക് ചൂട് ചോറൊക്കെ ഇട്ട് ഉരുട്ടി തരുമ്പോഴുള്ള ആ ഒരു സുഖം ഉണ്ടല്ലോ. വായിൽ വെള്ളം വരുന്നു അതിൻ്റെ കാര്യം പറയുമ്പോൾ. അപ്പം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ ഉള്ളിയൊക്കെ ചതക്കുമ്പോഴേ എന്തെങ്കിലും ഒരു ഈ ടൈലിൻ്റെ പുറത്തൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, നമ്മൾ അതിൻ്റെ മീതെ ഒരു നമ്മുടെ തടുക്കോ ചവിട്ടിയില്ലേ അതോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള എന്തെങ്കിലും പേപ്പറോ ഒക്കെ വെച്ചിട്ട് വേണം കേട്ടോ ഈ കല്ല് വെച്ചിട്ട് നമുക്ക് ഉള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിലുണ്ടല്ലോ ടൈല് പൊട്ടിപ്പോവും കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിയും കാന്താരിയും പുളിയും എല്ലാം കൂടെ ചതച്ച് എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പച്ച വെളിച്ചെണ്ണയും എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെയോ പഴഞ്ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് കഴിക്കാത്തവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. എന്താണെന്നോ, ഇപ്പോഴത്തെ ജനറേഷൻ മാത്രമേ ഇങ്ങനെയൊക്കെ കഴിക്കാതെ ഉള്ളൂ. അവർക്കൊക്കെ കൊടുത്ത് നോക്കിയതൊക്കെ അവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഓക്കേ.